ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് തന്നെയാണ്. ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. കണ്ടോ, ഞാൻ നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആറ്റുകാൽ പൊങ്കാലയുടെ വേസ്റ്റ് അല്ല സുഹൃത്തുക്കളെ, അത്രയും വീടുകളിലെ വേസ്റ്റാണ്. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം ഇന്ന് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി വീണ്ടും കൊണ്ട് തള്ളിയിരിക്കുന്നു കേട്ടോ. അന്ന് നമ്മൾ കുറേ വണ്ടികളുടെ എണ്ണം പറയാൻ പറ്റില്ല, നമുക്ക് എത്ര ലോറി വേസ്റ്റ് എടുത്തെന്ന് എണ്ണം പറയാൻ പറ്റാത്ത രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡബിളായിട്ട് ഇതാ വീണ്ടും കൊണ്ട് തള്ളിയിരിക്കുന്നു. നമ്മളെപ്പോലുള്ള ജീവനക്കാരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നാട്ടുകാർ എന്താ ചെയ്യുക, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഓർക്കുന്നില്ല നമ്മളും മനുഷ്യനാണെന്നുള്ള കാര്യം. നമ്മുടെ നാട്ടുകാരും നമ്മുടെ ആൾക്കാരും ചിന്തിക്കുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്ന അതേ കൂലി വാങ്ങുന്നതൊക്കെ ശരി തന്നെയാണ്, എന്നാലും നമ്മളെയൊന്നും ഇങ്ങനെ ദ്രോഹിക്കരുത്. ആരും ഇങ്ങനെ ദ്രോഹിക്കരുത്. വീട്ടിലുള്ള വേസ്റ്റ് പൊങ്കാല വേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പൊങ്കാല വേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഒക്കെ. എന്നാലോ എവിടെയെങ്കിലും കൂട്ടം കൂടി കിടന്നാലോ മേലധികാരിയൊക്കെ വിളികളും പോവും. എവിടെയെങ്കിലും കൂട്ടം കൂടി കിടന്നാൽ ഉടനെ വിളിച്ചെല്ലും. അവിടെ നിന്ന് വേസ്റ്റ് മാറ്റിയില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് മേലെ തട്ടിൽ വിളിപ്പോവും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പൊങ്കാല വേസ്റ്റ് അല്ല ഒക്കെ ഉള്ളത്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ അന്ന് ഇതുപോലെ തന്നെയാണ്. ഈ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് വരുമ്പം തന്നെ ഒരു ലോറി ഫുള്ളാവും. അപ്പം ഞങ്ങളെ ജോലി കണ്ടല്ലോ. നമ്മുടെ ജോലി കാണാത്തവർ നമ്മളെ ജോലി കാണുക. ഞാനും ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയോ ഉണ്ട്. എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നിനൊന്ന് കട്ടയ്ക്ക് എല്ലാവരും നല്ല സ്പീഡപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് ജോലിയും പെട്ടെന്ന് സ്പീഡപ്പായിട്ട് ചെയ്യുന്നുണ്ട്. 7 വണ്ടിയോ 8 വണ്ടിയോ ഒക്കെ ലോഡ് പോയെന്ന് നമ്മുടെ മാഡം പറയുന്നതായിട്ട്. നമ്മൾ വണ്ടിയുടെ എണ്ണമൊന്നും നമ്മളെടുത്തില്ല. എന്തായാലും മാഡം വണ്ടിയുടെ എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 7 വണ്ടിയോ 8 വണ്ടിയൊക്കെ പോയെന്ന് പറയണു. അപ്പം നമ്മളെ കഷ്ടപ്പെടുത്തുന്ന നാട്ടുകാരെ, നിങ്ങൾ ദയവ് ചെയ്ത് അടുത്ത പൊങ്കാലയ്ക്കെങ്കിലും നിങ്ങളിങ്ങനത്തെ ദുഷ്ടത നമ്മളോട് കാണിക്കരുത്. ഇതിനിടയിൽ ഉണ്ടല്ലോ, നമ്മളിവിടെ ഒരു സൈഡിൽ വേസ്റ്റ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമ്മൾ ഈ വണ്ടിക്ക് വേസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ട് വീണ്ടും ആൾക്കാർ വീട്ടിലിരുന്ന വേസ്റ്റുകൾ കൊണ്ട് ഇറക്കുന്നുണ്ട് കേട്ടോ. അതാരോ ഷൂട്ട് ചെയ്തു, നമ്മളൊന്നും അറിഞ്ഞില്ല. അതാരോ ഷൂട്ട് ചെയ്ത്. അതും കൂടെ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ കാണുന്നവരും നമ്മുടെ മേലധികാരികളും ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ നടപ്പിലാക്കട്ടെ. അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. കാണുന്നവർ കാണട്ടെ, ഇതിനൊരു തീരുമാനമാവുന്നെങ്കിൽ ആവട്ടെ. നമ്മളും മനുഷ്യനാണേ, നമ്മളും പണിയെടുക്കുന്ന ജോലിയൊക്കെ ഉണ്ട്, ഒക്കെ ശരി തന്നെയാണ്. നമ്മളും മനുഷ്യനാണേ. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മളും 10 ദിവസത്തിൽ കൂടുതൽ ഉറക്കമൊഴിഞ്ഞ് നമ്മളും ജോലിക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തന്നെ നമുക്ക് ആവശ്യത്തിലേറെ ജോലി ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ റൂട്ടിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ വിളിച്ച് നമ്മളിവിടെ വന്ന് ഇവിടെയും തകർത്ത ജോലിയാണ്. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം തന്നെ ഒരു സമയമായി. വീട്ടിലും വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ചോറ് കഴിക്കാം. എന്താ ചെയ്യുക. അപ്പം ഞാൻ കരുതി നമ്മളെ ചെയ്യുന്ന ജോലി നമ്മുടെ കൂട്ടുകാരും കൂടെ ഒന്ന് കാണട്ടെ. നമുക്ക് എന്താ ജോലി എന്ന് പലരും നമ്മുടെ ലൈവിൽ വന്ന് ചോദിക്കാറുണ്ട്. പലരും വന്ന് ചേച്ചിക്ക് എന്താ ജോലി, ചേച്ചിയുടെ ജോലിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനിടയിൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരു കമൻറ്റ്, കളിയിലാണ് പറയണമെങ്കിലും നമ്മളെപ്പോലുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ ഡ്രസ്സ് നിങ്ങൾ ഒരു വീഡിയോ ഞാൻ അത് എന്തോന്നും നിങ്ങളുടെ ഡ്രസ്സ് മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ കഴുകാറുണ്ടോയെന്ന് കേൾക്കുന്നു. അപ്പോൾ പറഞ്ഞ സഹോദരനോട്, ആ സഹോദരൻ ഇനി ഈ വീഡിയോ കാണുകയാണെങ്കിൽ, സഹോദര നമ്മുടെ ജോലി കണ്ടോ, നമ്മുടെ ജോലി ഇതാണ്. നമ്മുടെ സിക്കകത്തിരിക്കുന്ന ജോലിയല്ല. വെയിലത്തും മഴയത്തും പൊടിയിലും ഒക്കെ പണിയെടുക്കുന്ന, കച്ചറയിലും വേസ്റ്റിലും ഒക്കെ കിടന്ന് വിരവി പണിയെടുക്കുന്ന നമ്മളാണ്. അപ്പം നമ്മുടെ ഡ്രസ്സ് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ എങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്താലും നമ്മുടെ ഡ്രസ്സ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ മറുപടി കമൻറ്റിൽ പറഞ്ഞില്ല. ആ സഹോദരൻ ഇത് കാണുകയാണെങ്കിൽ കാണട്ടെ. കണ്ടോ വേസ്റ്റുകൾ നിങ്ങൾ കൊണ്ടിടുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ജനം.
നമ്മുടെ ജനം ഇങ്ങനെയാണ്. അവരവസരം കിട്ടിയാൽ അവർ മാക്സിമം മുതലാക്കും. അതാരോ വീഡിയോ എടുത്തതാണ്. നിങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ആരോ ഫേസൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഫേസൊന്നും കാണിക്കുന്നില്ല. അവർ കിട്ടിയ അവസരം മുതലാക്കി വീട്ടിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ബാക്കികളും ഉണ്ടോ എന്തോ. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സൺഡേ അല്ലല്ലോ, ഇന്ന് സാറ്റർഡേ, ശനിയാഴ്ചയാണ്. സൺഡേയും കഴിഞ്ഞ് തിങ്കളാഴ്ച മൺഡേ ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കി ഒക്കെ കാണും കേട്ടോ. ഇതിൻ്റെ ബാക്കി ഇനി അന്ന് കാണും. എന്തായാലും ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മൊത്തം ക്ലിയർ ആവണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2 ആഴ്ചയെങ്കിലും എടുപ്പത് പണിയാണ്. നമ്മളെപ്പോലുള്ളവർക്ക് 2 ആഴ്ച കഴിയണം. നമ്മുടെ പരിസരവും സ്ഥലവും ഒക്കെ പഴയ ലെവലാവണമെങ്കിൽ 2 ആഴ്ചയൊക്കെ കഴിയണം. പിന്നെ ഹരിതകർമ്മയൊക്കെ ഇഷ്ടത്തിനുണ്ട്. ഇതോ കൊണ്ട് വെച്ചിട്ട് വരുന്നുണ്ട്. എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണവും നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എത്രയൊക്കെ ആയാലും നമ്മുടെ ആൾക്കാർ